എല്ലാവരും പറയുന്ന കേട്ടിട്ടുണ്ടാവും ബി.പി ഉണ്ടെങ്കിൽ ഉപ്പ് കുറക്കുക. എന്നാൽ നിങ്ങളോട് ആരും ഇതുവരെ പറയാത്തൊരു കാര്യമുണ്ട്. അതാണ് ഉപ്പ് കുറച്ചാൽ സോഡിയം കുറച്ചാൽ മാത്രം കാര്യമില്ല, പൊട്ടാഷ്യം കൂട്ടുകയും വേണം. എന്ന് വെച്ചാൽ ബി.പി കൺട്രോൾ ചെയ്യുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സോഡിയവും പൊട്ടാഷ്യം തമ്മിലുള്ള ഒരു അനുപാതമാണ്. 95% ആളുകൾക്കും ഭക്ഷണത്തിലൂടെ പൊട്ടാഷ്യത്തിന്റെ അളവ് വേണ്ടത്ര കിട്ടുന്നില്ല എന്നുള്ളതാണ് കണക്ക്. അതുകൊണ്ടാണ് പലർക്കും ബി.പിയുടെ മരുന്ന് കഴിച്ചിട്ടും ബി.പിയുടെ മരുന്ന് കൺട്രോളിൽ കിട്ടാത്തത്. പൊട്ടാഷ്യം ക്രമീകരിച്ചിട്ട് എങ്ങനെയാണ് ബി.പി കൺട്രോൾ ചെയ്യുക നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മൾ അറിയേണ്ടത് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിലും ഒരു പമ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പേര് സോഡിയം പൊട്ടാഷ്യം ATPase എന്നാണ്. ഈ പമ്പ് കാരണമാണ് നമ്മുടെ മസിലുകൾ, കിഡ്നി, ഹാർട്ട്, നാഡികൾ, ബി.പി ഒക്കെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സോഡിയം പൊട്ടാഷ്യം തമ്മിലുള്ള ഒരു ബാലൻസ് തെറ്റിയാൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കും. നമുക്കറിയാം ശരീരത്തിൽ സോഡിയം എന്താണ് ചെയ്യുന്നത്, വെള്ളത്തെ പിടിച്ചു നിർത്തുകയാണ്. അതുകൊണ്ട് തന്നെ രക്തത്തിന്റെ വോള്യൂം കൂടുന്നുണ്ട്, സ്വാഭാവികമായിട്ടും ബി.പിയും കൂടുകയാണ്. എന്നാൽ പൊട്ടാഷ്യം നേരെ മറിച്ചാണ് ചെയ്യുക. പൊട്ടാഷ്യം കിഡ്നിനോട് പറയാണ് സോഡിയത്തിനെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കി കളയുക. അങ്ങനെ പൊട്ടാഷ്യം സോഡിയത്തിനെ കുറക്കുക വഴി ബി.പി കുറയാണ്. ഇനി രണ്ടാമത് പൊട്ടാഷ്യം ചെയ്യുന്നത് എന്താ വെച്ചാൽ രക്തധമനികളുടെ ഇലാസ്റ്റികത വർദ്ധിപ്പിച്ച് ബി.പി കുറക്കുകയാണ്. ധമനികൾ ടൈറ്റ് ആയിട്ട് നിൽക്കൂല. മൂന്നാമത്തത് രക്തധമനികൾക്കകത്ത് എൻഡോത്തീലിയത്തിൽ നിന്നും നൈട്രിക് ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് പൊട്ടാഷ്യം. നാലാമത് ശരീരത്തിലെ ബി.പി കൂട്ടുന്ന സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ സോഡിയം പ്രോത്സാഹിപ്പിക്കുകയാണ്. എന്നാൽ പൊട്ടാഷ്യം നേരെ തിരിച്ച് ബി.പി കുറക്കുന്ന പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സോഡിയം കൂടി നിൽക്കുകയും പൊട്ടാഷ്യം കുറഞ്ഞു നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അതൊരു ഡിസാസ്റ്റർ ആണ്. ഒരുപാട് പഠനങ്ങളിലൂടെ മറ്റൊരു പ്രധാന മെച്ചം കൂടെ ഉണ്ട് പൊട്ടാഷ്യത്തിന്. സ്ട്രോക്ക്, പക്ഷാഘാതം തടയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ആരും അറിയാത്ത വലിയൊരു ക്രൈസിസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഏതൊരു വ്യക്തിക്കും ഓരോ ദിവസവും 4000 മുതൽ 4500 മില്ലിഗ്രാം വരെ പൊട്ടാഷ്യം ഭക്ഷണത്തിൽ നിന്ന് കിട്ടണം. എന്നാൽ ശരാശരി ഇന്ത്യക്കാരന് ഏകദേശം ഒരു 2000 ചില്ലോനം പൊട്ടാഷ്യം മാത്രമേ കിട്ടുന്നുള്ളൂ. എന്ന് വെച്ചാൽ ആവശ്യത്തിന്റെ പകുതി മാത്രം. ആധുനിക ഭക്ഷണത്തിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കുറയുന്നതാണ് ഒരു പ്രധാന കാരണം. രണ്ടാമത്തെ കാരണം പ്രോസസ്ഡ് ഫുഡ് കൂടുതൽ കഴിക്കുന്നവരിൽ സോഡിയം കൂടുകയാണ്, അതിൽ പൊട്ടാഷ്യം ഉണ്ടാവുകയില്ല. മറ്റൊരു കാരണം ഇപ്പോഴത്തെ കൃഷി മെത്തേഡുകളിൽ മണ്ണിൽ വേണ്ടത്ര പൊട്ടാഷ്യം പലപ്പോഴും ഉണ്ടാവില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പൊട്ടാഷ്യത്തിന്റെ ഏകദേശം ഒരു അളവ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അതുപോലെ തന്നെ പൊട്ടാഷ്യം കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഏതാണെന്ന് നമ്മൾ ഓരോരുത്തരും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. സൂക്ഷിക്കുക, കിഡ്നിയുടെ അസുഖമുള്ളവരോ പൊട്ടാഷ്യം ലവണ പ്രശ്നങ്ങൾ ഉള്ളവരോ ഞാൻ ഇനി പറയുന്ന ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. കിഡ്നി പ്രശ്നങ്ങൾ ഇല്ലാത്തവരാണ് ഇനി തുടർന്ന് ഞാൻ പറയുന്നത് അനുസരിക്കേണ്ടത്. പൊട്ടാഷ്യം കൂടുതലുള്ള വെജിറ്റബിൾസിൽ ചീര, മധുരക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ്, തക്കാളി, ഫ്രൂട്ട്സിലാണെങ്കിൽ നേന്ത്രപ്പഴം, ഓറഞ്ച്, ആപ്രിക്കോട്ട്, ബീൻസ്, പയറ്, യോഗർട്ട്, പാല്, മത്തി, തേങ്ങാവെള്ളം, ഇതെല്ലാം ഒരുപാട് പൊട്ടാഷ്യം നമുക്ക് തരുന്നുണ്ട്. ബി.പി ഉള്ളവർക്കും പ്രായമുള്ളവർക്കും പ്രമേഹ രോഗമുള്ളവർക്കും ഉപ്പ് കൂടുതൽ കഴിക്കുന്നവർക്കും ഞാൻ ഈ പറഞ്ഞ പൊട്ടാഷ്യം കൂടുതൽ കഴിച്ചാൽ ഒരുപാട് മെച്ചം കിട്ടാൻ സാധ്യതയുണ്ട്.